കുട്ടികളിൽ സർവ്വസാധാരണയായിട്ട് കണ്ടുവരാറുള്ള ഒരു രോഗലക്ഷണമാണ് വയറുവേദന. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 90% കുട്ടികൾക്കും വലിയ ഗൗരവമായിട്ടുള്ള രോഗം ഉണ്ടാവില്ല. ഈ ബാക്കി 10% രോഗലക്ഷണം സാധാരണ കണ്ടുവരാറുള്ളത് അപ്പൻഡിസൈറ്റിസ്, യൂറിനറി ഇൻഫെക്ഷൻ, പിന്നെ കുടലിറക്കം, ഹേർണിയ ബ്ലോക്ക് ചെയ്യണത്. ഇത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ കണ്ടാൽ ഡോക്ടർക്ക് പരിശോധിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ ഗൗരവമല്ലാത്ത കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറയണത്. മലബന്ധം, ഭക്ഷണം കഴിച്ചതിൽ ദഹനക്കുറവ്, അസിഡിറ്റി, ഇങ്ങനത്തെ ചില ചില്ലറ കാര്യങ്ങൾ, പ്രത്യേകിച്ച് മലബന്ധം വളരെയേറെ ശ്രദ്ധ വെക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് വളരെ സാധാരണയായിട്ട് വയറുവേദനയ്ക്ക് ഒരു കാരണം. അതിന് ധാരാളം പച്ചക്കറികളും ആഹാരക്രമീകരണവുമാണ് അത്യാവശ്യം. പിന്നെ 2 കാര്യങ്ങൾ. വിരശല്യം കൊണ്ട് ഒരിക്കലും വയറുവേദന ഉണ്ടാവില്ല. ഇതൊരു തെറ്റിദ്ധാരണയാണ്. 2ാമത്തെ കാര്യം, വയറുവേദനയുടെ സ്ഥാനം. പൊക്കിളിന് ചുറ്റും ഉള്ള വയറുവേദനയ്ക്ക് ഗൗരവമില്ല. പൊക്കിളിന് എത്ര ദൂരത്തേക്കാണ് വയറുവേദനയുള്ള അപ്പോഴാണ് ഗൗരവമായുള്ള അസുഖങ്ങൾ കാണാറ്. പിന്നെ പ്രത്യേകമായിട്ട് എനിക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരിക, പല ടെസ്റ്റുകളും ചെയ്യുക, ഡോക്ടർമാരെ കാണുക. കാരണം ഇല്ലാണ്ട് വയറുവേദന വരുമ്പോൾ 1% കുട്ടികൾക്ക് സൈക്കോളജിക്കലായിട്ട് വയറുവേദന വരും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് വേണ്ട നടപടികൾ, കൗൺസിലിംഗ് ഒക്കെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏത് വയറുവേദനയായാലും ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടി ഡോക്ടർമാർക്ക് ഗൗരവമായിട്ടുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാവും. ഇതാണ് എനിക്ക് പ്രത്യേകം എല്ലാ രക്ഷിതാക്കളോടും പറയാനുള്ളത്.